പിന്നെ ഞാനൊരു ചെറിയ മോഷ്ടാവായി മാറി. അങ്ങനെ പറയാൻ പറ്റില്ല. കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ ഇതാ കേടായ ഒരു ഐറ്റം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തപ്പി നോക്കിയപ്പോൾ അതൊരു കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം വെറുതെ ഫ്രീ ആയിട്ടൊരു പ്ലാസ്റ്റിക് കവറും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതായി കാർഡ്ബോർഡ് ഇതായി വീടിൻ്റെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഇത് അടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പശ ചൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ വൃത്തികേടൊക്കെ പോയി കിട്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ വീട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ വീടിൻ്റെ സെറ്റപ്പിൽ ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇതാ ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ വേറെ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു ചെറുതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ വിൻഡോയും അതുപോലെ തന്നെ 2 ബേർഡ്സിനെ അതുപോലെ കുറച്ച് ഇലകളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. മണ്ടേലാട്ടിനെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ള സ്റ്റെൻസിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആ പരാതി തീർക്കാൻ ഞാൻ ഇതിൽ കുത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടി ചെയ്തതുകൊണ്ട് വെറുതെ വാൾ ഡെക്കറായിട്ട് പോരല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റും കൂടി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വയ്ക്കുകയും ചെയ്യാം, മാച്ചിട്ട് വീണ്ടും എഴുതുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും